ഹലോ എവരി വൺ. അപ്പോൾ ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു വളവും പെസ്റ്റിസൈഡും ഒന്നുമില്ലാതെ ശുദ്ധമായിട്ടുള്ള മുന്തിരി എങ്ങനെ കഴിക്കാം എന്നുള്ളതാണ് ഞങ്ങളുടെ വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചു തരുന്നത്. ഇതിലൊരു തമാശയുണ്ട്, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ വീഡിയോ നമുക്ക് ഫുള്ളായിട്ട് കാണാം. ഹലോ, അപ്പോൾ ഞങ്ങളിന്ന് ഞങ്ങളുടെ ബാക്ക് യാർഡിലത്തെ മുന്തിരി ഹാർവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. മുന്തിരി പന്തൽ പറഞ്ഞാൽ വലിയ പന്തലൊന്നല്ല, ചെറിയൊരു പന്തലാണ്. അത് കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ മുന്തിരി പന്തൽ, ചെറിയൊരു മുന്തിരി പന്തൽ. മുന്തിരി ചെറിയ പന്തലാണെങ്കിലും മുന്തിരി ഉണ്ട് കേട്ടോ. ഇതാണ് മുന്തിരി എല്ലാം ഇപ്പോൾ കെട്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അവരൊക്കെ കഴിക്കാൻ പോവാണ്. ഓക്കെ, ഇത് മുന്തിരി ഫുള്ള് പഴുത്തിട്ടില്ല, പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നല്ല വെയിലാണ്. സംഭവം ടാസ്മാനിയ UK ക്ലൈമറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് സംഭവം നല്ല 30-32 ഡിഗ്രി വരെയൊക്കെ പോകുന്നുണ്ട്. കാണാം, പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അങ്ങ് ഫുള്ള് പഴുപ്പായിട്ടില്ല. ഇവിടെ വേറെ ഉണ്ട്, ഒരു കവർ കെട്ടിയതായിരുന്നു. കിളികൾ ഇഷ്ടം പോലെ കിളികളാണ്. അപ്പോൾ ഇനി കിളികൾ കൊണ്ടുപോകണ്ടെന്ന് വെച്ചിട്ട് നല്ല കവറൊക്കെ കെട്ടിയതാണ്. ഇതിൽ വിറ്റെന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു 3 കൊലയ്ക്കാണ് കവർ കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ കൊലകൾ മാത്രമേ വലുതായിട്ടുള്ളൂ, ബാക്കിയൊക്കെ അല്ലെങ്കിൽ ചെറിയ ചെറിയ കൊലകളാണ്. ഇതുണ്ടോ, ഈ 3 കൊലകളും വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. ഈ കൊലകളൊക്കെ കണ്ടോ, നല്ല വലിപ്പമുള്ള കൊലകളാണ്. ഇത് 3 കൊലകൾ നല്ല വലിപ്പമുള്ള കൊലകളുണ്ട്. ഒന്നും പഴുപ്പായിട്ടില്ല, പക്ഷെ പൊട്ടിക്കാതിരിക്കാൻ നിർത്തില്ല. നേരത്തെ പറഞ്ഞ പോലെ ചൂടുകൊണ്ട് മുന്തിരിയൊക്കെ പിളർന്നു പോവുക, 2 കഷ്ണമായി പോവുക. ഇനി ഞങ്ങൾ കൊലകളൊന്നും കെട്ടി കൊടുക്കാത്ത മുന്തിരികളുണ്ടോ, ഒക്കെ ചെറിയ കൊലകളാണ്. ഇതിൻ്റെ വലിപ്പം ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് മുന്തിരി ഹാർവെസ്റ്റ് ചെയ്യുക, കട്ട് ചെയ്യാൻ. അപ്പോൾ ഇത് പിടിക്കേ, അപ്പോൾ പിടിക്കാം. അപ്പോൾ അങ്ങനെ പിടിച്ചില്ല കേട്ടോ. എനിക്ക് അവള് വെയിറ്റ് താങ്ങോ, ഹെവി ആണോ? ഒരെണ്ണം കൂടെ ഉള്ളു, 1 മിനിറ്റ് കേട്ടോ. ഇത് നല്ല കാക്ക. ഇതിങ്ങോട്ട് 3ാമത്തെ കൊല. ഇനിയുണ്ട് ചെറിയ ചെറിയ കൊല. അതിൽ വെച്ചോ. വെച്ചോ. ഇനി വേണോ എനിക്ക് തരാനോ? ഇനി ഇന്റെ മേലെ അത് നമുക്ക് എത്തില്ല, എത്തും ചില കിളികൾക്ക് എന്തെങ്കിലും വെക്കണ്ടേ. അതായിട്ടില്ലേ, അതാണ് കേട്ടാ. നോക്കിയേ, കുറച്ചുണ്ട് മുന്തിരി. നമുക്ക് അവിടെ പറ്റി കഴിക്കാം, അവിടെ പറ്റി കഴിക്കാം. വാഷ് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. അപ്പം ഞങ്ങൾ മുന്തിരിയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. കണ്ടോ, മുന്തിരി കൊല. ഇതൊരു കൊല, ഇത് 2ാമത്തെ കൊല. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ശരിക്കും ഈ പച്ചയൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുള്ളത് വെയിൽ 32 ഡിഗ്രി ഒക്കെ ആയി. അപ്പോൾ മുന്തിരി പിളർന്നു പോവുക 2ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് പൊട്ടിച്ചതാണ്. ഇതാണ്, ഇത് 3ാമത്തെ. ഈ 3 കൊലയാണ് നമ്മൾ കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത്, പ്ലാസ്റ്റിക് കവറൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ഒന്നും കെട്ടി കൊടുക്കാതെ വെച്ചിട്ടുണ്ടായിരുന്ന കൊലകളാണ്. ഇത് നമ്മൾ മുന്തിരിനെ തീരെ പരിഗണിക്കാത്തതുകൊണ്ടോ പരിപാലിക്കാത്തതുകൊണ്ടോ അല്ല കേട്ടോ. ഇത് നമ്മുടെ അയൽവാസികളുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് നമുക്ക് വേണമെങ്കിൽ തമാശ രൂപേണ പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തലക്കിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കിട്ടില്ലല്ലോ, കടക്കിൽ തന്നെ വളരണ്ടേ. അതാണ് എൻ്റെ കാര്യം പിടി കിട്ടിയില്ലല്ലോ. അത് ഞാൻ പറഞ്ഞുതരാം. ഇത് ഞങ്ങൾ ഈ പ്രോപ്പർട്ടിയിലേക്ക് മൂവ് ചെയ്തപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു മുന്തിരി വള്ളി നമ്മുടെ ഫെൻസിൻ്റെ അപ്പുറത്തോട്ട് പടർന്നു വന്നായിരുന്നു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു കൗതുകത്തിന് ഒരു പന്തലിട്ട് കൊടുത്ത് നോക്കി. സംഭവം വിജയിച്ചു. ഒരു മുന്തിരി പന്തൽ ചെറുതായിട്ട് നമ്മളങ്ങ് സെറ്റ് ചെയ്തു. അതിലുണ്ടായ മുന്തിരികളാണ് ഈ കാണുന്നത്. അതായത് ഈ മുന്തിരി വള്ളിയുടെ തല മാത്രം നമ്മുടെ കയ്യിലുള്ളൂ, ഇതിൻ്റെ വേരും ബാക്കി ഭാഗങ്ങളൊക്കെ ഉള്ളത് അപ്പുറത്തെ പറമ്പിലാണ്. അവർ വളമിട്ട് കൊടുത്താലല്ലേ ഇതിൽ കയറുള്ളൂ. എന്തായാലും അതാണ് കൗതുകത്തിന് ചെയ്ത് നോക്കിയതാണ്. അങ്ങനെ ഒരു മുന്തിരി പന്തലുണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കിയതാണ്. അപ്പോൾ സംഭവം സക്സസ് ആയി. മുന്തിരി ഉണ്ടായി, മുന്തിരി നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തു. രസത്തിന് പറഞ്ഞതാണ്. അപ്പോൾ ഇനി അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുന്തിരിവള്ളിക്ക് എയർ ലെയറിങ് ചെയ്തിട്ട് ഒരു പ്ലാന്റ് ആക്കി എടുക്കാനുള്ള പ്ലാനാണ്. അത് സക്സസ് ആവുമെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിക്കാം.
എന്തായാലും നമ്മുടെ ഹാർവസ്റ്റിംഗ് വീഡിയോയുടെ കഴിയാണ്. നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു നമ്മുടെ മരിയ ഐലൻഡ് ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നു. അതിൻ്റെ എഡിറ്റിംഗ് നടക്കുകയാണ്. ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പോൾ മരിയ ഐലൻഡിൻ്റെ കൂടുതൽ വിശേഷങ്ങളായിരുന്നു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദാറ്റ് ബൈ ബൈ.